ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വേദയും മാഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മയക്കുമരുന്ന് കേസിൽ, അതായത് മാഷിൻ്റെ ബാഗിൽ മയക്കുമരുന്നത് വിക്രമാണെന്ന് സ്വയം ഏറ്റെടുത്ത് ജയിലിൽ പോവുകയും 7 വർഷത്തെ ജയിൽവാസം അനുഭവിക്കുകയൊക്കെ ചെയ്തതാണ് വിക്രം. പക്ഷേ വിക്രമിനെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം വേദയ്ക്ക് അതൊന്നും വിശ്വസിക്കാനാവുന്നില്ല ഇതുവരെ. കാരണം വിക്രം ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യാത്ത ആളാണെന്നാണ് വേദയുടെ വിശ്വാസം. കാരണം ഇതുവരെ ഒരു സിഗരറ്റ് പോലും വലിക്കുന്നത് താൻ കണ്ടിട്ടില്ല, മദ്യപിച്ച് കണ്ടിട്ടില്ല, പിന്നെ മയക്കുമരുന്നോ അങ്ങനത്തെ ഒരു ദുശീലങ്ങളില്ലാത്ത വ്യക്തിയാണ്. പിന്നെ എങ്ങനെയാണ് ആ മയക്കുമരുന്ന് മാഷിൻ്റെ ബാഗിൽ വന്നതെന്ന് വേദയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് മാഷിനോട് സംസാരിക്കുകയാണ്. അച്ഛാ, ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിലോ വിക്രം ഒരുപക്ഷെ ജയിലിൽ കിടന്നത്. അന്ന് അച്ഛനെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. താൻ സ്വയം കുറ്റം ഏറ്റെടുത്തെങ്കിലോ എന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് കമലയും പറയുകയാണ്. അപ്പോൾ കമല പറയുകയാണ്, മാഷേ, നമ്മൾ വിക്രമിനോട് തെറ്റാണോ ചെയ്തത്? അവൻ ചെയ്യാത്ത കുറ്റത്തിനാണോ കിടന്നതെന്നൊക്കെ കമല പറയുകയാണ്. അപ്പോൾ അച്ഛാ, എന്തായാലും ഞാൻ ഈ കേസിൻ്റെ ചുരുളഴിക്കും, ഞാൻ ഈ കേസിൻ്റെ പിറകെയാണ് പോകാൻ പോകുന്നതെന്നും ഞാൻ എന്തായാലും സത്യം തെളിയിക്കുമെന്നും പറയുകയാണ്. എന്നിട്ട് വേദ എണീറ്റ് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് കമല മാഷിനോട് പറയുകയാണ്, മാഷ് ഇത്രയും നാളെ അവനെ അകറ്റി നിർത്തിയത് ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണല്ലോ. അവൻ തെറ്റുകാരനല്ലെങ്കിൽ നമ്മൾ ചെയ്ത മഹാപാപമല്ലേ എന്നൊക്കെ കമല പറയുകയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് മാഷ് പറയുന്നത്. കാരണം അവൻ തെറ്റ് ഇതുവരെ അവൻ നിഷേധിച്ചിട്ടില്ല. അവൻ തന്നെയാണ് തെറ്റ് ചെയ്തതെന്ന് തന്നെ അവൻ്റെ അഭിപ്രായം. മാത്രമല്ല, അവൻ ജയിലിൽ കിടന്ന ശേഷം വന്നിട്ടുള്ള ജീവിതം നോക്കിയാൽ അത് ഇങ്ങനത്തെ ജീവിതമൊക്കെ ആയില്ലേ എന്നൊക്കെ മാഷ് പറയുകയാണ്. വേദയ്ക്ക് അവനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ആ കുട്ടി ചിന്തിച്ച് കൂട്ടുന്നത്. ആ കുട്ടി അതിൻ്റെ വഴിക്ക് പൊക്കിയോട്ടെ, എന്തായാലും സത്യം തെളിയിക്കാൻ പറ്റുന്നെങ്കിൽ സത്യം തെളിയിക്കട്ടെ എന്ന് മാഷ് പറയുകയാണ്. എന്നിട്ട് രാത്രി ആകുമ്പോൾ വേദ വിക്രമിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ ആ കേസുമായി മുന്നോട്ട് പോവുകയാണ്, വിക്രം എന്നോട് സഹകരിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എൻ്റെ ജീവിതം വെച്ച് നീ കേസ് നടത്താൻ പോവുകയാണെന്നൊക്കെ വിക്രം ചോദിക്കുകയാണ്. അതൊന്നും അല്ല വിക്രം, എനിക്ക് ഈ കേസ് ഒന്നും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു. എന്താണെങ്കിൽ ഞാൻ ഈ കേസിനായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിനക്കെന്താ വട്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. കഴിഞ്ഞു, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റ് ആണെന്ന് കൂട്ടിക്കുമോ എന്നൊക്കെ വേദ പറയുകയാണ്. എങ്കിൽ ശരി, അങ്ങനെ ആവട്ടെ. ഒരു കാര്യം, ഇതിൻ്റെ പേരും പറഞ്ഞ് ഒരിക്കലും എന്നെ ശല്യപ്പെടുത്താൻ വരരുതെന്ന് വിക്രം വേദയോടെ പറയണം. അപ്പോൾ ഇല്ലയെന്ന് വേദയും പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് വേദ അകത്തോട്ട് നടന്നു പോകുന്ന സമയത്ത് കമല മോളേന്ന് പറഞ്ഞ് വിളിച്ചു വരികയാണ്. മോളെ, വിക്രം തെറ്റുകാരനല്ല എന്നാണോ നീ പറയുന്നത്? അപ്പോൾ അങ്ങനെ അല്ല അമ്മ ഞാൻ പറയുന്നത്. തെളിവുകളൊക്കെ ഇപ്പോൾ വിക്രമിൻ്റെ പേരിൽ തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ വിക്രം ആ തെറ്റ് ചെയ്തെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഞാൻ അതിൻ്റെ പിറകെ തന്നെയുണ്ട്, സത്യം ഞാൻ തെളിയിക്കുമെന്നും വേദ പറയുകയാണ്. അപ്പോൾ കമല വേദയുടെ അടുത്തായി വന്നിട്ട് പറയുകയാണ്, മോളെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇടയ്ക്ക് കുറച്ച് നാൾ മോളോട് ചില പരിഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, അതെൻ്റെ തെറ്റാണെന്നൊക്കെ പറയുകയാണ്. അത് മോളുടെ അമ്മ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടാണ് എൻ്റെ മകളെ വിട്ടു തരണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല അമ്മ, എനിക്ക് അന്നേ മനസ്സിലായി എന്തോ അമ്മയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെന്ന്. അതൊരിക്കലും കുഴപ്പമില്ല, എനിക്ക് അമ്മയോട് എന്ന് സ്നേഹം തന്നെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വേദ ദർശനെ കാണാനായിട്ട് വരികയാണ്. എന്നിട്ട് ദർശനോട് ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ദർശൻ ചോദിക്കണം, ആ മയക്കുമരുന്ന് കേസിൽ വിക്രം അകത്തായ കേസാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ ദർശൻ, എനിക്കെന്തോ ആ കേസ് അത്ര നന്നായിട്ട് തോന്നുന്നില്ല. അന്ന് അന്വേഷിച്ചിരുന്ന എന്തോ വിക്രം സ്വയം കുറ്റം ഏറ്റെടുത്തതായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ അറിയുന്ന വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ വേദ പറയുകയാണ്. എന്തോ ഇതിലൊരു കുരുക്കുണ്ടെന്ന് വേദ പറയുകയാണ്. അപ്പോൾ ദർശൻ പറയുകയാണ്, നീ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുക, എല്ലാ സപ്പോർട്ടിനും ഞാൻ ഉണ്ടാവുമെന്നും പറയുകയാണ്. അപ്പോൾ താങ്ക് യു ദർശൻ എന്നൊക്കെ വേദയും പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും പിരിയുകയാണ്. അടുത്തതായി കാണിക്കുന്നത് വേദയുടെ വീടാണ്. അപ്പോൾ ശങ്കരനാരായണ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് കയറി വരുന്നത്. എന്നിട്ട് അകത്തു വന്ന് പത്മ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഭാര്യ വരികയാണ്. അപ്പോൾ കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എങ്കിൽ ചായ എടുക്കുമെന്ന് പറയുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുകയാണ്, ചായയൊക്കെ കുടിച്ചുകൊണ്ട്. അപ്പോൾ വേദയെ ഞാൻ കണ്ടുവെന്നും ഇന്ന് വക്കീൽ വേഷത്തെ അവളെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായെന്നൊക്കെ പറയുകയാണ്. വിക്രമിൻ്റെ ചേട്ടൻ്റെ കേസ് അവളല്ലേ വാദിച്ചത്, ഞാൻ വിചാരിച്ചു ആ കേസ് വാദിക്കാൻ മാത്രമാണ് അവൾ കോടതിയിൽ വന്നതെന്ന്. പക്ഷേ ഇന്ന് അവളെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ചക്രപാണിയുടെ ജൂനിയറായിട്ടാണ് അവൾ ഇരിക്കുന്നത്.
മാത്രമല്ല ഇനി മജിസ്ട്രേറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നതെന്നൊക്കെ കോടതിയിലൊരു സംസാരം കേട്ടു. അപ്പോൾ അവൾ ഇനി അച്ഛനോട് വാശി കാണിക്കുന്നതായിരിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് വേദയുടെ അച്ഛൻ. അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവൾക്ക് ഈ പ്രൊഫഷനെല്ലാം ഇഷ്ടമാണല്ലോ, അതുകൊണ്ടായിരിക്കും അവൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പത്മം പറയുകയാണ്. ഇനി എന്നോടുള്ള വാശി ആയിരിക്കുമോ പത്മ അവൾക്ക് എന്ന് ചോദിക്കുകയാണ്. ശങ്കരേട്ടനോടുള്ള വാശിയൊന്നും ആയിരിക്കില്ല, അവൾക്ക് ഇഷ്ടമാണ് കേസ് വാദിക്കുന്നതെല്ലാം, അവൾ തിരഞ്ഞെടുത്ത പ്രൊഫഷനല്ലേ ഇതെന്നൊക്കെ പത്മ പറയുകയാണ്. മാത്രമല്ല അവളെ ഭർത്താവിനെ ഞാൻ ഒരിക്കൽ കോടതിയിൽ ശിക്ഷിച്ച ഞാനാണല്ലോ, അപ്പോൾ ആ പ്രതികാരത്തിന് അവൾ ഇനി എൻ്റെ മുമ്പിൽ കേസ് വാദിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ അവളുടെ ജോലിയുടെ ഭാഗമല്ലേ ശങ്കരേട്ട, അതൊക്കെ അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ എന്നൊക്കെ പറയുകയാണ്. ശങ്കരേട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരൻ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ പത്മത്തിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുകയാണ്. അത് കഴിഞ്ഞ് ശ്രീനി സാറിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ശ്രീനി സാറിൻ്റെ വീട്ടിൽ വിക്രം വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ വിക്രമിനെ തൊഴിലാളി സംഘടനയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാനായിട്ട് പാർട്ടി തീരുമാനിച്ചു എന്നതാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ വിക്രം ആദ്യമൊക്കെ എതിർക്കുന്നുണ്ട്, സാർ എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ ഉള്ള രീതിയിൽ വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീനി സാറിൻ്റെ ഭാര്യയും പറയുകയാണ്, വിക്രം നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ, നീ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ, നിന്നെ കൊണ്ട് പറ്റൂ എന്നൊക്കെ അവർ പറയുകയാണ്. നീ വേദ എന്ത് പറയുമെന്ന് ആലോചിച്ചിട്ടാണോ മടിച്ചു നിൽക്കുന്നതെന്ന് ശ്രീനിസാർ ചോദിക്കണേ. അതൊന്നും അല്ല, ഇത്രയും തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണ്ടേ എന്നുള്ള ക്വസ്റ്റ്യൻ വിക്രം പറയുകയാണ്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം വിക്രം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, എന്തായാലും സാറിൻ്റെ തീരുമാനമല്ല, ഞാൻ ഈ തീരുമാനത്തിനോട് യോജിക്കുന്നെന്നും എനിക്ക് സമ്മതമാണെന്നും പറയുകയാണ്. അപ്പോൾ തന്നെ ശ്രീനിസാർ ഒരു പാർട്ടി പ്രവർത്തനം വിളിച്ചിട്ട് പാർട്ടി ഓഫീസ് വിളിച്ച് പറയൂ, വിക്രം സമ്മതിച്ചിരിക്കുന്നുവെന്നും അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ വിക്രം തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും പറഞ്ഞേക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുന്നു, സാർ ഞാനും ഇനാഗ്രേഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത്, എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. എല്ലാം നിനക്കിനി മനസ്സിലായിക്കോളും, നീ മുന്നോട്ട് നിന്നാൽ മതി എന്ന് മാത്രം ശ്രീനിസാർ പറയുകയാണ്. ആ സമയം മറ്റൊരാൾ അവിടെ കടന്നു വരികയാണ്. അത് മറ്റാരുമല്ല, ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, ശ്രീധരൻ എന്നാണ് അയാളുടെ പേര്. അയാൾ പഴയ നക്സലേറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ എന്ത് അനീതി കണ്ടാലും അത് എതിരെ ആഞ്ഞടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാൾ അകത്തോട്ട് വന്ന് ശ്രീനിസാറുമായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കുറിച്ച് ചില പ്രസ്താവനകളൊക്കെ ഞാൻ കേട്ടിരുന്നു എന്ന് ശ്രീനിസാറിനോട് പറയുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ കേട്ടതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇനി അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കൊള്ളപ്പണവും സ്പിരിറ്റ് കച്ചവടവും പിന്നെ കൊലപാതകമായിട്ട് നടക്കുന്ന നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ പോകുന്നു, അതിനെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇതിനെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീനിസാർ ചോദിക്കുക, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു പ്രശ്നം നിങ്ങളുണ്ടാക്കി, ഇപ്രാവശ്യം അതിനെ തുനിഞ്ഞാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാൻ എന്തായാലും അതിനെ എതിർക്കുക തന്നെ ചെയ്യുമെന്ന് ശ്രീനിസാർ പറയുകയാണ്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ശ്രീധരൻ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് വേദ ഓട്ടോയിൽ വന്ന് ശ്രീനിസാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുകയാണ്. ശ്രീധരൻ സാറല്ലേ എന്ന് വേദ ചോദിക്കുകയാണ്. സാർ എൻ്റെ അച്ഛനെ കാണാനായിട്ട് ഒരുപാട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, മാത്രമല്ല കോളേജിലൊരു ഫംഗ്ഷന് വേണ്ടി ക്ഷണിക്കാനായിട്ട് ഞാനും സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ് വേദ. എനിക്ക് മനസ്സിലായില്ല ആരാണെന്ന്, ഞാൻ ജസ്റ്റ് ശങ്കരനാരായണൻ്റെ മകളാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടായിരുന്നു, ശ്രീനിയുടെ ഏറ്റവും വലം കയ്യായ വിക്രമെന്ന് പറയുന്ന ഗുണ്ടയുടെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയല്ലേ. കലികാലം തന്നെ, കഷ്ടം എന്ന് പറഞ്ഞിട്ട് അയാൾ ഓട്ടോയിൽ കയറി പോവുകയാണ്. വേദ എന്നിട്ട് ചിന്തിച്ച് നിൽക്കുകയാണ്, സാർ എന്താണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് എന്നുള്ള രീതിയിൽ. അപ്പോൾ വേദ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ശ്രീനിസാറിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്